ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വളരെയധികം കോൺഷ്യസ് ആവുന്ന ഒരു വിഷയമാണ് വേർപ്പ് നാറ്റം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് സീസണും കൂടെ ആയാലോ, നമ്മൾ എവിടെയെങ്കിലും നിന്ന് ഒരു AC റൂമിലോ അടച്ചിട്ട റൂമിലോ കയറുമ്പോഴായിരിക്കും നമ്മുടെ വേർപ്പിൻ്റെ ഒരു സ്മെല്ലിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. വെയിലേറ്റ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണതല്ലേ. ഈ ഹ്യൂമിഡിറ്റി കൊണ്ട് നമുക്ക് വലുതായിട്ട് വെയിൽ കൊണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ പൊതുവേ ഇച്ചിരി വേർപ്പ് നാറ്റം കൂടുതലുള്ളവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും ഇവർ ശരീരത്തിനെക്കുറിച്ച് കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. വേർപ്പധികം വരാതിരിക്കാനുള്ള സ്പ്രേകളോ ലോഷനുകളോ ഉപയോഗിക്കും. നമ്മൾ പലതരത്തിലുള്ള ഡിവോഡറൻറ്റുകൾ ഉപയോഗിക്കും. ഇവരിങ്ങനെ ഈ വേർപ്പ് നാറ്റം ഒന്ന് മാസ്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ഈ വേർപ്പിൻ്റെ സ്മെല്ലും ഈ സ്പ്രേയുടെ സ്മെല്ലും കൂടെ ചേർന്ന് വേറൊരു തരത്തിലുള്ള ദുർഗന്ധമായിട്ട് മാറും. ഇതാണ് പലരിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സീസണിൽ ഈ അമിതമായിട്ടുള്ള വേർപ്പ് നാറ്റം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചില ഒറ്റമൂലികൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ വേർപ്പ് നാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ പൊതുവെ ഈ ശരീരം അമിതമായിട്ട് വേർക്കുന്ന പ്രത്യേകിച്ച് ഇടുക്കുകൾ, പ്രത്യേക ശരീരത്തിന് ഇപ്പോൾ കക്ഷം, കഴുത്തിൻ്റെ മടക്കുകൾ, തുടയിടുക്കുകൾ, വണ്ണമുള്ളവരുടെ ശരീരത്തിൻ്റെ മടക്കുകൾ, ഈ ഭാഗത്തെല്ലാം തന്നെ ചില ഇനം ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഇവയ്ക്ക് വേർപ്പ് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേകതരം ഒരു സ്റ്റിങ്ങിങ് സ്മെല്ല് പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് വേർപ്പ് വരുന്ന സമയത്ത് രൂക്ഷമായ ഗന്ധം ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കക്ഷം പോലെ മടക്കുകളുടെ ഭാഗത്താണ് ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് ജീവിക്കുന്നത്. ഈ ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വേർപ്പ് നാറ്റം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം. രണ്ടാമത്തത്, നമ്മൾ കഴിക്കുന്ന ചില ഇനം ഭക്ഷണങ്ങളാണ്. പൊതുവെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ വേർപ്പ് നാറ്റം ചിലരിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വരാം. ഉദാഹരണത്തിന് സൾഫർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഉള്ളി, വെളുത്തുള്ളി പോലുള്ളവ ഈ വേർപ്പ് നാറ്റമുള്ളവർ പൊതുവെ ഇപ്പം ഇത്തരത്തിൽ ഇപ്പോൾ അവരിപ്പോൾ AC അന്തരീക്ഷത്തിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് ഒരു 24 മണിക്കൂർ മുമ്പേ ഇവർ ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഉപയോഗം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേർപ്പ് നാറ്റം കൂടിയെന്ന് വരാം. രണ്ടാമത്തെ റെഡ് മീറ്റ് ആണ്. ബീഫ്, മട്ടൺ, പോർക്ക് പോലുള്ളവ വല്ലാണ്ട് വേർപ്പ് നാറ്റം ഉണ്ടാക്കിയെന്ന് വരാം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കോളിഫ്ലവർ, ക്യാബേജ് പോലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ശരീരത്തിന് ഇവ നല്ലതാണ്, പക്ഷേ ഇവ വേർപ്പ് നാറ്റം കൂടുതൽ ഉണ്ടാക്കിയെന്ന് വരാം. അടുത്തത് മദ്യമാണ്. മദ്യം കഴിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഭയങ്കര സ്മെല്ലായിരിക്കും. അടുത്തത് മസാലകളാണ്. നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മസാലകൾ വേർപ്പ് നാറ്റമുള്ളവർ ഒരല്പം കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്തത് കഫീനാണ്. ഈ കഫീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കോള, കാപ്പി, ഇവയെല്ലാം നിങ്ങളുടെ വിയർപ്പിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകാറുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, പൊതുവെ കോട്ടൺ ഡ്രസ്സുകൾ, നമ്മുടെ വേർപ്പ് അബ്സോർബ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഈ വേർപ്പ് നാറ്റം ഒന്ന് കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും. എന്നാൽ ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വിയർപ്പ് നാറ്റം ഭയങ്കരമായിട്ട് കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു വിഭാഗമാണ് കുളിച്ചിട്ട് നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടവലുകൾ തുടച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കും. ഇവ ശരിയായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഇവയ്ക്കകത്ത് ബാക്ടീരിയ, ഫംഗസ് എല്ലാം പെറ്റുവരിക. ഇവ തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വേർപ്പ് നാറ്റം കൂടുന്നതിന് ഈ ടവലുകൾ ഒരു കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുളിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ടവലുകൾ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കി വയ്ക്കുക. ഇതും നിങ്ങളുടെ വേർപ്പ് നാറ്റം കുറയ്ക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കഴിയുന്നത്ര ഈ വേർപ്പ് നാറ്റം മാറ്റുന്നതിന് വേണ്ടി വിയർപ്പിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ചില ഇനം ലേപനങ്ങൾ, സ്പ്രേകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവ ഉപയോഗിക്കരുത്. കാരണം ഇപ്പം മൂത്രത്തിന്റെ ഗന്ധം മാറുന്നതിന് വേണ്ടി മൂത്രം ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്പ്രേകളോ ലേപനങ്ങളോ ഉപയോഗിക്കുന്നത്. വേർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിനെ തടയാതിരിക്കുക. കഴിയുന്നത്ര ഇതുകൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നിങ്ങൾക്ക് വിയർക്കുന്ന മടക്കുള്ള ഭാഗങ്ങളിലെ രോമങ്ങൾ നിങ്ങൾ വെട്ടി നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രിമ്മേഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക. കാരണം ഈ ഭാഗത്തുള്ള രോമങ്ങൾക്കകത്ത് ഈ ബാക്ടീരിയകൾ ഭയങ്കരമായിട്ട് പെറ്റുപെരുകി ജീവിക്കും. ഇവ വിയർപ്പിൻ്റെ ദുർഗന്ധം കൂടുന്നതിന് കാരണമാകാറുണ്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ വിയർപ്പ് കൂടുതൽ ഗന്ധം വരുന്ന ഭാഗങ്ങൾ കഴിയുന്നത്ര ഒരു നനഞ്ഞ ടവല് കൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി നിർത്താനായിട്ട് നോക്കുക. കാരണം ഈ ഭാഗത്ത് ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനും സ്റ്റിങ്ങിങ് സ്മെല്ല് ഒഴിവാക്കുന്നതിനും വേനൽക്കാലത്ത് നിങ്ങളിങ്ങനെ ഒരു നനഞ്ഞ ഒരു ടവലോ വൈപ്സോ കൊണ്ട് തുടച്ചു വയ്ക്കുന്നത് സഹായിക്കും. ഇനി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില നാച്ചുറൽ ഒറ്റമൂലികൾ എന്തെല്ലാം അറിയാമോ? ഒന്നാമത്തത്, നാരങ്ങയുടെ തോടാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് വയ്ക്കത്തില്ലേ, കളയണ്ട, സൂക്ഷിച്ച് വയ്ക്കുക.
കുളിച്ചതിന് ശേഷം നിങ്ങൾ കഴിയുന്നത്ര ശരീരത്തിന്റെ മടക്കുകളിൽ ഈ നാരങ്ങയുടെ തോട് ഒന്ന് ഉരസി ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇത് ആ ഭാഗത്തുള്ള സ്റ്റിങ്ങിങ് ആയിട്ടുള്ള സ്മെല്ലുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ അളവൊന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പലരും മാർക്കറ്റിൽ കിട്ടുന്ന വീര്യം കൂടിയ സോപ്പുകൾ, നല്ല മണമുള്ള സോപ്പുകൾ വാങ്ങി കുളിക്കുന്ന സമയത്ത് തേച്ചരച്ച് കുളിക്കാറുണ്ട്. ഇവർക്ക് കുളിച്ച് കയറുമ്പോൾ ഒരു ഗന്ധം ഉണ്ടാവും എന്നല്ലാതെ വേർപ്പ് നാറ്റം മാറ്റുന്നതിന് ഇതൊന്നും ഉപകരിക്കത്തില്ല. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ നാരങ്ങയുടെ തോട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തത് ആപ്പിൾ സിഡർ വിനീഗറാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇവ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് 1.5 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ വേർപ്പിന്റെ ദുർഗന്ധം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഇവ ഒന്ന് തുടയ്ക്കുക. നിങ്ങൾ കുളിച്ച് കയറിയതിന് ശേഷം ഈ ഭാഗത്ത് ഇവ ഒന്ന് പുരട്ടിയേക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പുരട്ടിയേക്കുക. ഇത് ആ ഭാഗത്ത് സ്റ്റിങ്ങിങ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കും. മൂന്നാമത്തത് മോരാണ്. തൈര്, മോര് പോലുള്ളവ ഈ വിയർപ്പ് അമിതമായിട്ടുള്ള ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവയൊന്ന് പുരട്ടുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുക. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മോരിനകത്തും തൈരിനകത്തുള്ള നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ സ്മെല്ലുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങൾക്ക് വേർപ്പിന്റെ ദുർഗന്ധം അകറ്റാനായിട്ട് സഹായിക്കും. അടുത്തത് സോഡാപ്പൊടിയാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി നമുക്ക് ഈ വേർപ്പ് ദുർഗന്ധം അകറ്റാനായിട്ട് സഹായിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. സോഡാപ്പൊടി നിങ്ങൾ ഒരല്പം വെള്ളത്തിൽ കുഴച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഈ കൂടുതലായിട്ട് വേർപ്പ് വരുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ഒരു പേസ്റ്റ് പോലെ ഒന്ന് പുരട്ടുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് ആ ഭാഗത്തുള്ള ബാക്ടീരിയകളുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തെ ഒരു രീതിയും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാരങ്ങ ഉപയോഗിച്ചതിന് ശേഷമുള്ള നാരങ്ങത്തോടിനകത്ത് നിങ്ങൾ അല്പം ഈ സോഡാപ്പൊടി ഇടുക. അവ ഈ നാരങ്ങ നീരും കൂടെ ചേർന്ന ഒരു പേസ്റ്റ് പോലെ ആവും. കുളിച്ച് കയറിയതിന് ശേഷം നിങ്ങൾ ഈ കോമ്പിനേഷൻ നിങ്ങളുടെ ശരീരത്തിൽ മടക്കുകളിൽ പുരട്ടാനായിട്ട് നോക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇത്തരത്തിലുള്ള ലേപനങ്ങൾ, ഇപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ, നാരങ്ങയുടെ തോട്, നാരങ്ങ ഉരസുമ്പോഴോ ഇല്ലെങ്കിൽ സോഡാപ്പൊടി, ഇത് ഏതെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് അലർജി ആണോ എന്ന് നോക്കുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇവയൊന്ന് പുരട്ടി നിങ്ങൾക്ക് ചൊറിച്ചിലോ ഇറിറ്റേഷനോ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശരീരത്തിന്റെ മടക്കുകളിൽ ഇത് ഉപയോഗിക്കാവും. ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമ്മുടെ സ്വന്തം ശരീരത്തിൽ ആപ്ലിക്കബിൾ ആകുന്ന ഒരു അവസ്ഥ വന്നു എന്ന് വരാം. ഇനി മറ്റൊരു നാച്ചുറൽ ഒറ്റമൂലി എന്ന് പറയുന്ന കല്ലുപ്പാണ്. കല്ലുപ്പ് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ശരീരം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുക. അവ അലിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് കുളിച്ചതിന് ശേഷം ശരീരം തുടച്ച് നിങ്ങൾ പോരുക. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരം ബാക്ടീരിയകളുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനും നിങ്ങൾക്ക് ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും കല്ലുപ്പ് സഹായിക്കും. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടാകത്തില്ലേ, ഈ ഒരു പ്രശ്നമെല്ലാം മാറുന്നതിന് കല്ലുപ്പിട്ട വെള്ളം കുളിക്കുന്നത് നല്ലതാണ്. ഹോമിയോപ്പതിയിൽ ഇതേപോലെ വേർപ്പിന്റെ ഗന്ധം കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ ഉണ്ട്, പറഞ്ഞുതരാം. ജബോറന്തി ടിഞ്ചർ നമ്മുടെ ഏത് ഹോമിയോപ്പതി മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ജബോറന്തി മദർ ടിഞ്ചർ. ഇത് നിങ്ങൾ ഒരു 1 ഔൺസ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ കുളിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ഒരു മഗ് വെള്ളം എടുത്തിട്ട് ആ മഗ് വെള്ളത്തിനകത്ത് ഒരു 20 തുള്ളി ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായി വേർപ്പ് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങളൊന്ന് വാഷ് ചെയ്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ നോർമലി പോവുക. ഇത് ഡെയിലി 1 നേരമോ 2 നേരമോ ചെയ്യുക. പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്ട്സ് ഇല്ല. ഇത് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വേർപ്പിന്റെ ദുർഗന്ധം അമിതമായിട്ടുള്ളവർക്ക് ഇത് കുറയ്ക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വേർപ്പിന്റെ ദുർഗന്ധം പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും ഇത് മാറ്റാനായിട്ടുള്ള സിമ്പിൾ മാർഗ്ഗങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.